ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റിലിൽ കൊടുത്ത പോലെ തന്നെ ഒരു സ്മോൾ ഔട്ടിങ് വീഡിയോ ആണ്. സ്മോൾ ഔട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് TC വാങ്ങാനുണ്ട്, അതായത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. പിന്നെ ഇവർക്ക് കമ്മൽ വാങ്ങാനുണ്ട് ഗോൾഡിൻ്റെ. അവർക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു ഗോൾഡ്, അപ്പോൾ അത് ചെറുതായിരുന്നു. സോ അത് കൊടുത്തിട്ട് വേറെ കമ്മൽ വാങ്ങാനാണ്. പിന്നെ എൻ്റെ കസിൻ ബ്രദറിനും ഒരു വാച്ച് ശരിയാക്കാനുണ്ടായിരുന്നു. സോ അതിനും കൂടെ പോകണം. അപ്പം എൻ്റെ മാമൻ ചോദിച്ചു, നമുക്കെന്നാൽ മൂന്നും കൂടെ ഒരു ദിവസം ആക്കിയാലോ, എന്തായാലും TC വാങ്ങാൻ ഇന്ന് പോകണം. സോ വൈ നോട്ട്, നമ്മൾ നിന്നും മാറ്റണം. അതുകൊണ്ട് നമ്മൾ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെയും അവളുടെ ഔട്ട്ഫിറ്റ് അതാണ് ഗൈസ്. അവളുടെ ഒരു ഡാർക്ക് ബ്ലൂവും എൻ്റെ ലൈറ്റ് ബ്ലൂവും, പിന്നെ എൻ്റെ ഒരു ആഷ് ജീൻസും അവളുടെ ഒരു ഇതാണ് ഒരു ജീൻസ് തന്നെ. പിന്നെ നമ്മുടെ രണ്ടുപേരുടെ ടോപ്പ് എന്താ വ്യത്യാസമല്ല, സെയിം മെറ്റീരിയലാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ സെയിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ മഴയല്ല ഇടിമിന്നലൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അത് അമ്മച്ചി അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ TC വാങ്ങുന്നതിന് മുമ്പ് ലാസ്റ്റായിട്ട് ആ സ്കൂളിലേക്ക് കാലിച്ചവിട്ടിയ ദിനമാണെന്ന് അമ്മച്ചി പറയുന്നുണ്ടായിരുന്നു. എന്താ പറയുക, മര്യാദയ്ക്ക് ഒച്ചത്തിൽ സംസാരിച്ചുകൂടെയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, വോയിസ് ഓവർ ചെയ്യല്ലേ, എന്തായാലും എന്തിനാ ഇപ്പോൾ ഒച്ചത്തിൽ സംസാരിക്കണം, അത്യാവശ്യം പാകത്തിലുള്ള ഒരു സൗണ്ടിൽ സംസാരിച്ചാൽ പോരെയെന്ന് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് TC ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ സ്കൂള്. അവിടേക്കും ഉണ്ട് സ്കൂളിൻ്റെ ബാക്കി. ഓക്കെ, അങ്ങോട്ടേക്കും ഉണ്ട് കേട്ടോ, അങ്ങോട്ടേക്കും കുറേ ഉണ്ട്. പിന്നെ നമ്മുടെ ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ട്, പിന്നെ അവിടെ ഒരു പാർക്കുണ്ട്. പിന്നെ സൈഡിൽ നമ്മുടെ സ്കൂളിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആംബിയൻസ് ആണ്. മൊത്തത്തിൽ എല്ലാം പച്ച കളറിലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആംബിയൻസൊക്കെ നല്ല രസമുണ്ട്. പിന്നെ അവിടെ കസാര ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷനായിട്ട് കൊണ്ടുചെന്ന് വെച്ചേക്കുന്നതാണ്. അപ്പം ആ കസാര അവിടെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് ആണെങ്കിൽ സോ എനിക്കാണെങ്കിൽ TC വാങ്ങാൻ പോകുമ്പോൾ എന്തോ പോലെയാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ 10 കഴിഞ്ഞിട്ട് വേറെ സ്കൂളിലേക്കൊക്കെ അഡ്മിഷനിലായിട്ട് പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. എന്താണെന്നറിയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഒന്നുമില്ല, പറയാനൊന്നും അങ്ങനെ വാക്കുകളില്ല. നമ്മുടെ സ്കൂൾ ബസ്സാണ്, അത് പുതിയതായിട്ട് എടുത്തതാണ്, 8 ബസ്സാണ്. ഓക്കെ ഗൈസ്, അതാണ് നമ്മുടെ ഓഫീസ്. നമ്മൾ കയറി ചെല്ലുന്നവിടെ ആ ഒരു ഓഫീസ് കാണും. സോ അവിടെ നമ്മൾ ചെന്നിട്ട് കുറച്ച് നേരം നിന്നു. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നാണ് നമ്മൾ TC വാങ്ങേണ്ടത്. ആ മിസ്സ് ബെസ്നി മിസ്സാണ്. ഓക്കെ, നമ്മൾ TCൻ്റെ ബാക്ക് സൈഡിൽ TC റിസീവ്ഡ് നമ്മുടെ പാരൻസിൻ്റെ പേരും സൈനും ഇടണം. കാരണം TC റിസീവ്ഡ് ആണല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് TC കാണുന്നത് തന്നെ. അപ്പം നമുക്ക് TC കൊടുക്കുന്നതിന് തന്നെ ഒരു 50 റുപ്പീസ് പേ ചെയ്തായിരുന്നു. സോ നമുക്ക് നമ്മുടെ TC ഒക്കെ കിട്ടി ഗൈസ്. നമ്മുടെ സ്കൂൾ ഓഡിറ്റോറിയം അല്ല, സ്കൂൾ ട്രോഫീസിൻ്റെ ആണ് കേട്ടോ. 10:50 ആയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളെ TC വലുതായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, വാങ്ങിച്ചവർക്കറിയാം. അറിയില്ലാത്തവർക്ക് വേറെ നല്ല പേരെന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഓക്യുപ്പേഷൻ എത്രാം ക്ലാസ്സിൽ നിന്ന് മാറുന്നു കാര്യങ്ങളൊക്കെ ഞാൻ TC ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ, ശരിക്കും കാണിക്കുന്നുണ്ട്. എനിക്കൊരു യെല്ലോ കളറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നെയിം ഓഫ് ദി കാര്യം അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമ്മൾ സ്കൂളിൽ നിന്ന് പോവാണ് ഗൈസ്. എനിക്ക് മോസ്റ്റ് ഓഫ് കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ. മൊത്തത്തിൽ നല്ല മരങ്ങളൊക്കെ വെച്ചിട്ട്. പിന്നെ നമ്മുടെ സ്കൂൾ പ്രൈവറ്റ് സ്കൂളാണ്, അത് ഞാൻ എടുത്തു പറയുന്നുണ്ട്. പിന്നെ ഞാനിപ്പം 8th മാറുന്നത്. മാറാനുള്ള റീസൺ വീട്ടിലെ ഓരോ സാഹചര്യങ്ങളനുസരിച്ച് നമ്മൾ എന്തായാലും മാറണമല്ലോ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മാത്രം നോക്കിയാലും ശരിയാവില്ല, വീട്ടുകാരുടെ ഇതും നമ്മൾ ആലോചിക്കണമല്ലോ, രണ്ട് സൈഡിൽ നിന്നും നിൽക്കണമല്ലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നഗരവനമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മാമൻ്റെ ഒരു ഷൂ തുന്നാനുണ്ടായിരുന്നു. സോ അതിന് വേണ്ടി മാമൻ പോണതാണ് കേട്ടോ. അതാണ് ഷൂ എടുക്കുന്നത്. അപ്പോൾ മാമ പറഞ്ഞു, എന്നൊന്നും പിടിക്കില്ലേ എന്ന്. അതാണ് കേട്ടോ. ഓക്കെ, മാമൻ കൊടുക്കാൻ പോയപ്പോഴേക്കും നമ്മളവിടെ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ റീസണും കാര്യങ്ങളും ഒക്കെ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സ്കൂളിൻ്റെ ഒരു കൊച്ചിനെ ഞാൻ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരാനെടുത്ത് മൊത്തത്തിൽ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ നെയിൽസ് അത്ര വളരുന്നുള്ളൂ ഗൈസ്. നമ്മൾ നഖം വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് വളരും. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഇമേജിൽ പോയിട്ടുണ്ടായിരുന്നു അവൻ്റെ വാച്ച് ശരിയാക്കാനായിട്ട്.
പിന്നെ നമ്മൾ വാലുമല്ലിലാണ് വന്നത്. അവിടെ നമ്മൾ കമ്മലെടുത്തു. അവളുടെ കമ്മൽ മാറ്റിയിട്ട് ആ ഒരു കമ്മലിന് പകരം ഗോൾഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗോൾഡിൻ്റെ റേറ്റ് നല്ല ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ ആവശ്യം വരാറില്ല. സോ ഗൈസ്, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. സോ കണ്ടതിന് ഒരുപാട് താങ്ക്സ്. അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ.